ഗൈസ്, ബാക്ക് ടു ഹസി വ്ളോഗ്സ്. അങ്ങനെ ഞാനിന്ന് നാട്ടിൽ പോവാണ് പറയാൻ തുടങ്ങിയിട്ട് 2 മാസമായിക്കണം. ഇന്ന് ഞാൻ ശരിക്കും നാട്ടിൽ പോവാണ്. എന്താ പറയാ, ഭയങ്കര സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഉമ്മാനെയൊക്കെ കാണല്ലോ, വീട്ടിലെല്ലാവരും കാണല്ലോ, കണ്ടിട്ട് ഒരു 1 year ആയില്ലേ. അത് ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്, ടെർമിനൽ 3. നൈറ്റാണ് ഫ്ലൈറ്റ്, 9:25 ഫ്ലൈറ്റ്. പക്ഷെ ഞാൻ നേരത്തെ എത്തിക്കണം, ഒരു 5 മണിക്ക് എത്തിക്കണം. അപ്പം നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലാർക്കും അറിയില്ല, ചെറിയൊരു സർപ്രൈസാണ്. എനിക്ക് ലീവ് കിട്ടിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റും ടിക്കറ്റ് എടുത്തപ്പോൾ തൊട്ട് തന്നെ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണയായിരുന്നു. ഇവരിങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാനെങ്ങനെ പറയാനാണ്. എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടി, സീറ്റ് അയൽ സീറ്റാണ് കിട്ടിയത്. വിൻഡോ സീറ്റ് ഞാൻ ചോദിച്ചു, വിൻഡോ സീറ്റ് ഇല്ല. ഞാൻ ഓരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മുമ്പ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്ത് പറഞ്ഞിട്ടാ. അപ്പോൾ ഓര് ചോദിച്ചു ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യായിരുന്നില്ലേ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒക്കെ വേണ്ടത് ഓർക്കും ഫുഡുമാണ് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി അപ്ലൈ ചെയ്യണ്ട പറഞ്ഞു. ഗൈസ്, ഒടുക്കത്തെ വിശപ്പ്. ഇനിയിപ്പോൾ 3 hours കൂടി ഇല്ലേ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ നൈസിൽ വന്നിരിക്കാം. അങ്ങനെ ഒരു ബർഗറും ഒരു കൊക്കക്കോളയും ഓർഡർ ആക്കിയിട്ടുണ്ട്. ആരും വെള്ളമെടുക്കരുത്, ഞാൻ നാട്ടിൽ കറക്റ്റായിട്ട് എനിക്ക് എത്താനുള്ളതാണ്. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വെയിറ്റിങ്ങിലാണ്. അങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയണ്ടെന്ന് കരുതിയിട്ട് വെറുതെ കറങ്ങി നടക്കണം. വേറെ പണിയൊന്നും ഇല്ലല്ലോ. നല്ല ബോറടിക്കുന്നുണ്ട് സത്യമായിട്ടും. ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്. അവരെന്നെ ഊക്കുകയാണെങ്കിലും ഞാൻ അവരെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഉമ്മ സർപ്രൈസ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ സർപ്രൈസ് ആവില്ല. ലാസ്റ്റ് ഇയർ അവരുടെ ബർത്ത്ഡേക്ക് ഞാനൊരു റിങ് സർപ്രൈസായിട്ട് കൊടുത്തിട്ട് പോലും ഒരു സർപ്രൈസ് ആയില്ല. കയറി വരുമ്പോൾ ഒരിക്കലും കയറി വരുമ്പോൾ ദുബായിക്ക് പോകാൻ വേണ്ടി ഒരു എക്സൈറ്റ്മെൻറ്റിൽ കയറി വന്നത്. പെട്ടെന്ന് ശരിയായിട്ട് പോകുന്നതായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വരുമ്പോൾ ഒരു സങ്കടമില്ലായിരുന്നു, വേഗം കയറി വന്നതായിരുന്നു. ഞാൻ ഒരു 1 year കൊച്ചി എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എമിറേറ്റ്സിലെ ചെക്കിൻ സ്റ്റാഫായിട്ട്. അപ്പോൾ അവിടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാമല്ലോ. നമ്മൾ ചെക്കിൻ ചെയ്ത അവിടെ നിന്ന് തന്നെ നമ്മൾ പാസഞ്ചറായിട്ട് വരിക പറയുമ്പോൾ ആ ഒരു ഇതിൽ കയറി വന്നതായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ഇനൊരു 1 year കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുക, 1 year കഴിഞ്ഞിട്ടല്ലേ ഉമ്മാനെയൊക്കെ കാണാൻ പറ്റുക. അങ്ങനെയൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു വന്നപ്പോൾ. പിന്നെ നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇപ്പോൾ ഹാപ്പി ആയിരുന്നു, കുറേ ഹാപ്പി ആയിരുന്നു. കുറേ ഇനി നാട്ടിലെത്തുള്ളൂ. ഒരു ഉറക്കം കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നാട്ടിലെത്തും. ഉമ്മാക്ക് എന്നെ മനസ്സിലായാൽ മതിയായിരുന്നു. ഇപ്പോൾ 10 കിലോനൊക്കെ കൂടിയോണ്ട് ഉമ്മാക്ക് മനസ്സിലാവും. എന്നും വീഡിയോ കോളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും മനസ്സിലാവും. നമുക്ക് വെറുതെ നിൽക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ഡ്യൂട്ടി ഫ്രീ കയറിയിട്ട് നമുക്കിവിടെ സ്പ്രേ നോക്കാം. ഒരു നല്ല സ്പ്രേ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചിട്ട് വീട്ടിൽ പോവാം. ഇനിയിപ്പം എന്താ പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. എന്നാൽ വ്ളോഗ് എടുക്കും വേണം. എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ വ്ളോഗറാന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ നാളെ നാട്ടിലാണ് ഇനി ഫുള്ള്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ പോവുകയാണ്. എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. പേരെന്താ? പൊന്മണി. തമിഴ് தான். എനിക്ക് തമിഴ് கொஞ்சம் கொஞ்சமாக தெரியும். ഞാൻ തമിഴ് கொஞ்சம் கொஞ்சமாக பேசும். சப்ஸ்கிரைபர்கிட்ட ஏதாச்சும் பேசுறியா? அம்மா அப்பா வருவாங்களா ஏர்போர்ட்டுக்கு? இல்லை, அம்மா அப்பாவுக்கு சர்ப்ரைஸ். ഇത് യൂട്യൂബ് ചാനൽ, യൂട്യൂബ് അറിയുമോ? യൂട്യൂബ് വീഡിയോസ്. அந்த യൂട്യൂബർ ഞാൻ വലിയ യൂട്യൂബർ. அப்படியா? യൂട്യൂബ് സബ്സ്ക്രൈബ് பண்ணறியாங்க? பண்ணோமா? ആമാ. ഇനി നമ്മൾ രാവിലെ നേരത്തെ എത്തും. അക്ക തമിഴ്നാട്. ഞാൻ കൊച്ചിയിൽ ഇറങ്ങി. അക്ക കൊച്ചി தான் ഇറങ്ങുക, പക്ഷെ തമിഴ്നാട്ടിൽ പോகிறாங்க. സേലം. അക്ക ഉങ്ക അല്ല ഉണ്ണനെ അല്ല ഉങ്ങളെ ഞാൻ അക്ക தான் கூப்பிடுறேன். அம்மா கூப்பிடுறியா? எப்படி கூப்பிடுறேன்? அதானே கூப்பிடலாம். அக்கா அம்மான்னு அம்மா. ஓகே. മലയാളം தெரியாது. പക്ഷേ എൻ്റെ മലയാളം വ്ളോഗ് മലയാളം பார்த்தா தெரியுமா? கொஞ்சம்
बेटा ए व्लॉग पाक रहे हो വീട്ടിക്ക് सेंध കിട്ടാൻ सेंधिया ए व्लॉग पाक करो എനിക്കും തമിഴ് கொஞ்சம் பேச தெரியும் ஓகே हसी ब्लॉग सब्सक्राइब பண்ணுங்க சொல்லு हसी ब्लॉग्स हसी ब्लॉग्स സബ്സ്ക്രൈബ് பண்ணுங்கോ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള മെനു വന്നിട്ടുണ്ട് ഇല്ലേ ഫുഡ് സാപ്പിട്ടെ ഓണം സ്പെഷ്യൽ സ്നാക്സ് ടിക്കറ്റിന് ക്യാഷ് കൊടുത്തത് മുതലാക്കണം ശർക്കര ഉപ്പേരി കായ വറുത്തത് ഇതൊക്കെ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ കിട്ടും കൊണ്ടാട്ടമുളക് പച്ചക്കറി സദ്യ ആലട പായസം ആലപ്പുഴ കോഴിക്കറി പാലക്കാട് കോഴിക്കറി ഇല്ല ഗൈസ് ആലപ്പുഴ കോഴിക്കറി മാത്രമേ നമുക്ക് എന്തായാലും കുഴപ്പമില്ല ഫുഡ് കിട്ടിയാൽ മതി ഗൈസ് അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് പൊന്മണി അമ്മക്ക് വെജിറ്റേറിയൻ എനിക്ക് ചിക്കൻ நல்லா இருக்கு ചോറാണ് കിട്ടിയിട്ട് കഴിക്കാനാണ് ഞാൻ എമിറേറ്റ്സിൽ വന്നത് ഗൈസ് ഓണം ആയതുകൊണ്ട് ഫുൾ ഓണം സ്പെഷ്യലാണ് നമുക്ക് കിട്ടിയത് ചോറ് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പെപ്സി ഇതെന്തോ ഒരു പേരൊന്നും അങ്ങനെ അറിയില്ല അച്ചാറൊക്കെ ഉണ്ട് ഇവിടെ ഫുള്ള് വെജിറ്റേറിയൻ ആണ് വെജിറ്റേറിയൻ ഒക്കെ പിടിച്ചെടുക്ക് അക്കാക്ക് പിടിച്ചെടുക്ക് എനിക്ക് പിടിച്ചെടുക്ക് ഞാൻ കോയമ്പത്തൂർ കോളേജിലാണ് പഠിച്ചത് നിങ്ങളുടെ അടുത്ത് എന്തിനാ തമിഴ് പറയുന്നത് ഞാൻ കോയമ്പത്തൂർ കോളേജിലാണ് പഠിച്ചത് അതുകൊണ്ട് എനിക്ക് കുറച്ച് തമിഴ് അറിയാം ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഡപ്പ തുറന്നത് അപ്പോഴാണ് മുളക് കിട്ടിയത് മുളക് വേണമോ മുളക് എന്താ എന്നാണ് സാപ്പിട முடியும் ചോറ് സാപ്പിട முடியல തടി വെക്കറാക്കില്ല ഇത് കൊക്കക്കോളയാണ് കേട്ടോ ഗൈസ് പായസം നന്നായിട്ടുണ്ട് ഉങ്ങൾക്കിட்ட பேசி തമിഴേ വായിൽ വരുന്നത് കടസിയാ ഞാൻ തമിഴ് വ്ളോഗ് പണ്ണപ്പോഴേ നിനക്കറേ ഗൈസ് ഇത് പാൽപ്പായസമാണ് പിന്നെ ഒരു ഗുലാം ജാമ് പോലത്തെ ഒരു സാധനമുണ്ട് ഗുലാം ജാം അല്ല ഇതെന്താണ് പാൽക്കോപ്പ പാൽക്കോപ്പ മധുരം പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഓണത്തിന് നമുക്ക് തരൂലേ ഈ ചിപ്സും വെറ്റലൊക്കെ ആ സംഭവമുണ്ട് പായസം കഴിച്ചു കഴിഞ്ഞു പഴം കഴിച്ചു കഴിഞ്ഞു അച്ചാർ ഞാൻ കൂട്ടില്ല പിന്നെ ഇതെന്തത് ഇത് കണ്ടില്ല ഇതെന്താണ് സോസൊന്നും വേണ്ട വയറ് ഫുള്ളായിடுச்சா நாங்கள் 2 பேருக்கும் வயிறு ஃபுல்லாகிடுச்சு வீடியோ பிடிச்சிருந்தால் லைக் பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க கமெண்ட் பண்ணுங்க പിന്നെ ഷെയർ பண்ணுங்க തമിഴിൽ ഞാൻ പറയാൻ കാരണം അക്കാടെ ഫാമിലി എന്തായാലും എൻ്റെ വ്ളോഗ് നമ്മ சேர்ந்த വ്ളോഗ് பார்க்குறாங்க கரெக்டு அப்போ தமிழும் கொஞ்சம் பேசணும் காரணம் அக்காவுக்கு மலையாளம் தெரியாது மலையாளம் ஆக்டர்ஸ்னு பிடிக்குமா മോഹൻലാൽ தெரியாது அக்காவோட பாக்கியம் மீன்ஸ் தமிழில் பாக்கியம் தெரியுமா பாக்கியம் தமிழில் தெரியாது അക്കാവുടെ ഭാഗ്യം അക്കായുടെ പക്കത്തിൽ ഒരു യൂട്യൂബർ വന്നിരുന്നു ഞാൻ യൂട്യൂബർ അല്ലെങ്കിൽ അക്കാക്ക് ബോറടിച്ചിട്ടുണ്ടാവും
സെയിം നമ്മളും ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ വിളിക്കാൻ ഫാസിലാണ് വരുന്നത്. ഫാസിലിൻ്റെ കസിനാണ്. അപ്പോൾ ഓർക്ക് എന്തായാലും കൊടുക്കാം. അല്ലെങ്കിൽ പോണ വഴിക്ക് ഞാൻ ദുബായിൽ നിന്ന് വന്നു പറഞ്ഞിട്ട് ഓരോ കടയായിട്ട് അവർ നിർത്തും. അത് വേണം ഇത് വേണം പറഞ്ഞിട്ട്. ഇത് ജീരകമിഠായിയാണ്. സൂപ്പാരി മണം. അങ്ങനെ ഇനി 45 മിനിറ്റ്സും കൂടിയിട്ട് നമ്മള് നാട്ടിലെത്താണ്. ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് എത്താണ്. ഇവങ്ക 6 months അപ്പുറം എത്തറ ഗൈസ്. അങ്ങനെ നമ്മളെ എത്താറായിക്കാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ ഞാൻ 1 year എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊച്ചിയിലെ 1 year വർക്ക് அதுதான். என் ஃப்ரெண்ட்ஸ் எல்லாம் அங்கே இருக்கு. அவங்களெல்லாம் மீட் பார்ക്കണം. അങ്ങനെ ഞാൻ കൊച്ചി എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പിച്ച വെച്ച് നടന്ന കൊച്ചി എയർപോർട്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. പിന്നെ യൂണിഫോം ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റൂല. ഗൈസ്, ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആഷ്ലി. നമ്മൾ ഒരുമിച്ചാണ് ഇരുന്നത്. ഒരു 1 year ഒരുമിച്ച് റൂം ഷെയർ ചെയ്തതായിരുന്നു. എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ല. കറിയുണ്ടോ? ഗൈസ്, അങ്ങനെ ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ ബ്രദർ വിളിക്കാൻ വന്നിട്ടുണ്ട്. എൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മയും ഓൻ്റെ ഉമ്മയും ട്വിൻസാണ്. ഓൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പയും ട്വിൻസാണ്. ട്വിൻസും കല്യാണം കഴിച്ചാണ്. പക്ഷെ നമ്മൾ രണ്ടുപേരും ട്വിൻസ് അല്ല. അതും അല്ലാണ്ട് ഓൻ്റെ ബ്രദർ ഓൻ്റെ ഇക്ക അബുദാബിയിൽ റുവൈസിൽ വർക്ക് ചെയ്യണം. ഓനൊന്ന് വരുന്നുണ്ട്. പക്ഷെ ഓൻ വരുന്നത് എനിക്കറിയാം, ഞാൻ വരുന്നത് ഓനക്കറിയില്ല. എയർപോർട്ടൊക്കെ കാണുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെയൊക്കെ ഓർമ്മ വരിക. ഞാനിന്ന് എമിറേറ്റ്സിൻ്റെ തന്നെ ടിക്കറ്റ് എടുക്കാൻ കാരണം ഞാൻ എമിറേറ്റ്സിൽ വർക്ക് ചെയ്തുകൊണ്ട് വന്നതിനെ ഫ്രണ്ട്സിനെ കാണാമല്ലോ. അതുകൊണ്ടാണ് ഇന്ന് എമിറേറ്റ്സിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് വന്നത്. ഭയങ്കര അത് അവിടെയൊക്കെ കാണുമ്പോൾ സമയത്ത് ചെക്ക് ഇൻ ചെയ്തതും ബോർഡിങ് ചെയ്തതും എയർപോർട്ടിൽ അയ്യോ ഫ്ലൈറ്റ് വരുമ്പോൾ അങ്ങോട്ടൊരു ഓട്ടം ഇങ്ങോട്ടൊരു ഓട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ BBA ഏവിയേഷൻ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങി 2-3 months കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊച്ചി എയർപോർട്ടിൽ വർക്ക് ചെയ്തത്. ചെക്ക് ഇൻ സ്റ്റാഫായിട്ട്, ഗ്രൗണ്ട് സ്റ്റാഫ്. രസമൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടമാണ് ചെക്ക് ഇൻ ചെയ്യാനും ബോർഡിങ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മൾ നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങൾ ഷിഫ്റ്റും ഈ ഫുഡ് കഴിക്കാനൊന്നും നമുക്ക് സമയം കിട്ടൂല. പിന്നെ ഉറങ്ങാനൊന്നും സമയം കിട്ടൂല. അപ്പോൾ എനിക്ക് പറ്റണില്ല. അതുകൊണ്ട് ഞാൻ റിസൈൻ ഇട്ടിട്ട് ദുബായിക്ക് പോകുന്നതാണ്. പണ്ട് വാപ്പ ദുബായിക്ക് പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ എയർപോർട്ടിൽ കൊണ്ടാക്കാനും വരുമ്പോഴും എയർപോർട്ട് വലിയ സംഭവം, എയർപോർട്ടിൽ ജോബ് നല്ല രസം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെറുപ്പത്തിൽ തന്നെ എയർപോർട്ടിൽ ജോബ് വേണം പണ്ട് അതിന് തന്നെ പഠിച്ചിട്ട് കയറിയതായിരുന്നു ഇവിടെ കൊച്ചി എയർപോർട്ടിൽ. കയറിയപ്പോഴല്ലേ കഥ മനസ്സിലായത്. നമ്മൾ അഫ്സൽക്കാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഗൈസ്, കട്ട പോസ്റ്റാണ്. അഫ്സൽഖാനെ കാത്തുനിന്ന് നമ്മളൊരു വഴിയായി. നേരം വെളുത്തൂല്ലേ ഗൈസ്? എൻ്റെ കൂടെയുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നേരം വെളുത്തപ്പോഴാണ് ഇവരുടെ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞത്. ഇത് ഫാസില്, ഇത് സുരേഷ് ഏട്ടൻ പറയുമ്പോ ഒരു ഫാസിലിന്റെ ബെസ്റ്റിയാണ്. ഞങ്ങൾ ഗേയാണ്. നമുക്ക് സ്വന്തം ഒരു വലിയേട്ടന്റെ പോലെയാണ്. പക്ഷെ സംസാരിച്ച അത് വേണ്ടാ. ഗൈസ്, നമ്മളൊന്ന് പുറത്തിറങ്ങി ഇവരെ ഒന്നുകൂടിയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം പറഞ്ഞു. ഇത് സുരേഷ് ഏട്ടൻ എൻ്റെ കണ്ണാടിയാണ് വെച്ചിരിക്കുന്നത്. കഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് വന്നിട്ട് ഇവരെന്നെ ആകെ പോസ്റ്റാക്കി. എന്നെ വീട്ടിലേക്ക് വിടുന്നില്ല. അഫ്സൽക്കാ പറഞ്ഞിട്ട് 6 മണിക്ക് എത്തുമ്പോണ്ട് വന്നില്ല, 7 മണിക്ക് എത്തുമ്പോണ്ട് വന്നില്ല. ഇനിയിപ്പോൾ 8 മണി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പിന്നെ എന്തിനാ നാട്ടിൽ നിന്ന് വന്നത്, അല്ല ഗൾഫിൽ നിന്ന് വന്നത്. ഓഫാക്കല്ലോ ഇതെന്ത് പറയണ അത് എടുത്തോ. റീച്ചാക്കി വിടാനുള്ള പരിപാടി.
എയർപോർട്ട് പോലെ ഇറങ്ങിയോ നീ എപ്പോഴെത്തിയത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി പരിപാടിയല്ലേ ഗൈസ് ഞാൻ വന്നപ്പോഴും മഴ പെയ്തു, അഫ്സൽക്ക് വന്നപ്പോഴും മഴ പെയ്തു. ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അഫ്സലിനെ വിളിക്കാൻ വന്നാണ്, ബേബിനെ കണ്ടപ്പോ കൂട്ടിട്ട് പോകും. അപ്പൊ അഫ്സൽക്ക് നാട്ടിക്ക് വരുമ്പോ ഇന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതായിരുന്നു നാട്ടിക്ക് പോവാണ് എന്നുള്ളത്. അഫ്സൽക്ക് വീട്ടിൽ പോകുന്നത് എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ വീട്ടിൽ പോകുന്നത് ആർക്കും അറിയില്ല. സർപ്രൈസ് ആണ്. നാട്ടിലിറങ്ങിയത് ഫസ്റ്റ് കഴിക്കുന്നത് ദോശയാണ്. നാട്ടിലത്തെ ദോശയും വീട്ടിലേക്ക് നാട്ടിൽ നിന്ന് തന്നെ നല്ല ടേസ്റ്റ് ഉള്ളു. ദോശയും ചിക്കൻ സ്റ്റീവും ആണ് ഓർഡർ ചെയ്ത്. പാത്തില് പുട്ടും പുട്ടൊക്കെ അറിയാം. എനിക്ക് ഒരു പീസ് ഇട്ടതാ, ഒരു പീസ് ഇട്ടതാ. പെട്ടി തരണമെന്ന് ആലോചിക്കും. എന്താണ് മെസ്സേജ് ചെയ്തല്ലോ. എന്റെ പൊന്നപ്പൻ ചേട്ടാ, ഗൾഫിൽ പോയിട്ട് കാശുകാരനായെന്ന് വെച്ച് എന്റെ ചെണ്ട കിട്ടും വെടി കിട്ടും ഈ മലയൊക്കെ ഇതൊന്നും വേണ്ടായിരുന്നു. നീ കാശുമായി വരുമ്പോ നീ ഇല്ലാതെ എനിക്ക് എന്താ ആഘോഷം? ഏകദേശം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇവള് പോയതാണെങ്കിൽ കഴിഞ്ഞ വർഷവും. ഇതിനൊക്കെ എന്താ പറയാ ഗ്യാസ്, വെറും യൂട്യൂബ് തുടങ്ങിയിട്ടില്ലേ? ഞാൻ ഈ അടുത്തായിട്ടല്ലേ യൂട്യൂബ് തുടങ്ങിയത്. അതിന് ആൾക്കാരിനെ ഇങ്ങനെ ഭ്രാന്താക്കണ്. ഇതാണ് നമ്മളുടെ പാലക്കാട്. പാലക്കാട് എത്തിയ തൃശ്ശൂരാവും. നീ സുരേഷ് ഗോപിയുടെ ഫോട്ടോ ഇവിടെ കാണും. എവിടെ? ഇത് പാലക്കാടല്ലേ? ഇതാണ് നമ്മളുടെ അതിമനോഹരമായ നമ്മുടെ സ്വന്തം നാട്. അതിമനോഹരമായ ഞാനും അഫ്സൽക്കും വന്നതോടെ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോ മഴയോടെ മഴയും. എനിക്കും കൂടി കമന്റ് വരും. ഗൈസ് നമ്മളങ്ങനെ എന്റെ വീടെത്താറായിക്കണം. ഒന്നും ഉണ്ടാതിരിക്കും വ്ളോഗ് ചെയ്യണം. ഗൈസ് നമ്മളങ്ങനെ എന്റെ വീടെത്താറായിക്കണം. നമ്മള് എന്റെ വീട്ടിലേക്കല്ല പോണത്, അഫ്സൽഖാന്റെ വീട്ടിലേക്ക്. വ്ളോഗേഴ്സ് ലിപ്സ്റ്റിക് ഇടും, ലിപ്സ്റ്റിക് കൂടും, അത് വിഷയമല്ല. എന്താണ്, അഫ്സൽഖാന്റെ അവിടേക്കാണ് നമ്മൾ പോണത് കേട്ടോ. കാരണം അഫ്സൽക്കാണ് ദുബായിൽ നിന്ന് വന്ന് എന്നുള്ളൊരു പേരെ വീട്ടിലുള്ളൂ. ആ അപ്പൊ ഞാൻ വരുന്നൊരു ഒട്ടും പ്രതീക്ഷിക്കൂല, വിചാരിക്കും പോലും ഇല്ല. അപ്പൊ എന്റെ ഉമ്മയും ഓന്റെ അവിടെയാണ്. ഓന്റെ അവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ കൂടും, അങ്ങനെയാണ്. അപ്പൊ എന്റെ ഉമ്മയും ഓന്റെ വീട്ടിലാണ്, ഓന്റെ ഉമ്മയും ഓന്റെ വീട്ടിലാണ്. അപ്പൊ എല്ലാരും ഓന്റെ വീട്ടിലുണ്ട്. നമ്മൾ സർപ്രൈസ് വീഡിയോ ചെയ്യാൻ പോകണം. ഗൈസ് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. ഒരു ഫസ്റ്റ് പോയി എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് പോകേണ്ട കാര്യമുള്ളൂ. എനിക്കറിയില്ല ഒരു സർപ്രൈസ് ആവില്ലയോ എന്നറിയില്ല. ആയാലും അതിലേക്ക് പ്രശ്നമൊന്നുമില്ല, ആവേയിരിക്കും തോന്നുന്നു.